മലപ്പുറം മങ്കട വെള്ളിലയിൽ ഇടിമിന്നലേറ്റ് മരിച്ചവർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി ജന്മനാട്. മങ്കട വെള്ളിലയിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ വെള്ളില ജുമാ മസ്ജിദിൽ ഖബറടക്കി. ഈ വാർത്തയോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ഈവനിംഗ് ഡിബേറ്റുമായി അജിം ഷാദ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് മങ്കട വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ സായാഹ്നം ചെലവഴിക്കാനെത്തിയ സുഹൃത്തുക്കളായ യുവാക്കൾക്ക് ഇടിമിന്നലേറ്റത്. 7 പേരിൽ 4 പേർ തൽക്ഷണം മരിച്ചു. വെള്ളില സ്വദേശികൾ സിയാദ്, ഫഹദ്, റഹീസ്, ബഹാസ് എന്നിവരാണ് മരിച്ചത്. 3 പേർ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ അപകടനില തരണം ചെയ്തു. അപകടത്തിൽപ്പെട്ട 7 പേരും വിദ്യാർത്ഥികളാണ്. വെള്ളില ടസ്കർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുദർശനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഇവരുടെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ ആദ്യം വിചാരിച്ചു കുട്ടികൾ വെറുതെ കിടക്കാമെന്ന് വിചാരിച്ചു. 1-2 ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയി. അടുത്ത ആൾ വന്നപ്പോൾ ഇങ്ങനെ കിടക്കണ കണ്ട് ചെന്ന് നോക്കുമ്പോഴാണ് ഇടി തട്ടിയതാണ് എന്നുള്ളത് മനസ്സിലാണത്. അപ്പോൾ തന്നെ ആളുകളെ വിളിച്ചു, നമ്മുടെ നാട്ടുകാരൊക്കെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ 4 പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. 4 പേരും മരിച്ചു. പിന്നെ 3 പേരുണ്ടായിരുന്നു. അവരിപ്പോൾ മൗലാന ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും ഒരു കുട്ടിക്ക് കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. ജനപ്രതിനിധികളടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 2 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. ശേഷം മലയിൽ റഹ്മാനിയ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഒരുമിച്ച് സൗഹൃദം പങ്കുവെച്ചവർ അപ്രതീക്ഷിതമായി വിട്ടുപോയപ്പോൾ എങ്ങനെ വീട്ടുകാരെയും കൂട്ടുകാരെയും ആശ്വസിപ്പിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് പ്രദേശവാസികൾ. കൈരളി ന്യൂസ്, മലപ്പുറം.